ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 5-ാമത്തെ വാക്യം. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. ശെഖേമിൽ പാർത്തിരുന്ന യാക്കോബും കുടുംബവും ദൈവം വീണ്ടും ആലോചന കൊടുത്തതിന് ശേഷം ബേഥേലിലേക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കുടുംബസമേതം പോകുന്നതാണ് പശ്ചാത്തലം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവർ യാത്ര പുറപ്പെട്ടപ്പോൾ ചുറ്റും ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വന്ന് മൂടുകയാണ്. അതുകൊണ്ട് യാക്കോബിനെയോ അവന്റെ കുടുംബത്തെയോ പുത്രന്മാരെയോ പിന്തുടരുവാനോ അവരെ ആക്രമിച്ച് കീഴടക്കുവാനോ ആരും തുനിഞ്ഞില്ല. ദൈവത്തിന്റെ ഭീതി ചുറ്റും ഇങ്ങനെ എല്ലാവരിലും പടരുകയാണ്. എന്തുകൊണ്ട് ദൈവം ഈ ഒരു കവറിങ് കൊടുക്കണം? തൊട്ടു മുൻപുള്ള അധ്യായം നാം പഠിക്കുമ്പോൾ ബേഥേലിൽ വന്ന ദൈവത്തിന് യാഗപീഠം അല്ലെങ്കിൽ ആരാധനയ്ക്കായിട്ടുള്ള ആലയം പണിയേണ്ടിരുന്ന യാക്കോബ് ഏശാവുമായിട്ടുള്ള പ്രശ്നം സോൾവ് ആയതിനു ശേഷം സുക്കോത്തിലും ശെഖേമിലും ചെന്ന് പാർക്കുന്നതാണ് നാം കാണുന്നത്. ദൈവത്തോട് പറഞ്ഞ നേർച്ച യാക്കോബ് മറന്നുപോയി. അതുകൊണ്ട് തന്നെ ശെഖേമിൽ വച്ച് വലിയൊരു ദുരന്തം ആ കുടുംബത്തിൽ ഉണ്ടാകുന്നു. ഹിവ്യനായ ശെഖേം മുഖാന്തരം യാക്കോബിന്റെ മകളായ ദീന നശിപ്പിക്കപ്പെടുന്നുണ്ട്. ആ വചനം നമുക്ക് ആ ഭാഗത്ത് 34-ാം അധ്യായത്തിൽ പഠിക്കുവാനായിട്ട് സാധിക്കും. ഇത്തരമൊരു വലിയ അടി കിട്ടിയതിനു ശേഷമാണ് യാക്കോബിന് ദൈവത്തിന്റെ ശബ്ദം ഉണ്ടാകുന്നത്. ബേഥേലിലേക്ക് പുറപ്പെട്ട് അവിടെ ചെന്ന് പാർക്കുവാൻ. അങ്ങനെ പുറപ്പെടുന്ന യാക്കോബ് ദൈവസന്നിധിയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഇടയിലുണ്ടായിരുന്ന അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളെ മാറ്റി. യഹോവയായ ദൈവത്തെ ദൈവമായി സ്വീകരിച്ച യാക്കോബിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അന്യദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാവുക? അതിന്റെ പിന്നാമ്പുറം നാം മനസ്സിലാക്കിയാൽ ലാബാന്റെ വീട്ടിലെ വിഗ്രഹം റാഹേൽ, യാക്കോബിന്റെ ഭാര്യ, മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ഒരു ചരിത്രം നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അപ്പൊ കുടുംബത്തിനകത്ത് തന്നെ അത്തരമൊരു പ്രവൃത്തി ചെയ്ത വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. യാക്കോബിനിത് ആദ്യം അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് എല്ലാം അന്യദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെ നീക്കിക്കളയുകയാണ്. ശെഖേമിന് അടുത്ത് തന്നെ ഒരു കരുവേലകത്തിന്റെ കീഴിൽ അത് കുഴിച്ചിടുകയാണ്. രണ്ടാമത് ചെയ്യുന്നത്, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിനെന്ന് യാക്കോബ് കുടുംബസമേതം എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. വസ്ത്രം മാറുക, അത് ജീവിതം വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധിയോടുകൂടെ മാത്രമേ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം അത് നമ്മുടെ ജീവിതത്തിൽ അപകടം ഉണ്ടാകും. അപ്പൊ വിഗ്രഹം മാറ്റി വിശുദ്ധി വരുത്തി. ഇങ്ങനെ അവർ മുൻപോട്ട് യാത്ര ചെയ്തപ്പോൾ ദൈവത്തിന്റെ ഭീതി ജനത്തിന്റെ ഇടയിൽ വീണിട്ട് ദൈവത്തിന്റെ സംരക്ഷണം യാക്കോബിനും കുടുംബത്തിനും അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. ദൈവം പ്രൊട്ടക്ഷൻ കൊടുത്തു. പ്രിയമുള്ളവരെ, മടങ്ങി വരവിന്റെ ഈ പാതയിൽ ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കേണ്ടവ ഉപേക്ഷിച്ച് വിശുദ്ധി പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നാൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, യാക്കോബിനും കുടുംബത്തിനും കൊടുത്തതായ ആ വലിയ സംരക്ഷണം അടിയങ്ങൾക്കും ലഭിക്കേണ്ടുന്നതിന് വിനയപ്പെടുന്നു. ഞങ്ങളിലുള്ള അശുദ്ധിയും ഞങ്ങൾ വിഗ്രഹങ്ങളായി വച്ചാരാധിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ നീ നയിക്കുന്ന, നീ സംരക്ഷിക്കുന്ന മക്കളായി ജീവിക്കാൻ കൃപ തരണമേ. ആമേൻ.